ഇതാണ് തിരുവനന്തപുരത്തെ റോഡുകൾ. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കുഴിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. നഗരവാസികൾ പറയാൻ ആഗ്രഹിച്ചതാണ് കഴക്കൂട്ടം MLA-യും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വാക്കുകൾ. സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികൾ മുൻനിർത്തിയായിരുന്നു കടകംപള്ളിയുടെ വിമർശനം. 2-3 പദ്ധതികൾ നമ്മുടെ തലസ്ഥാന നഗരത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണ്. നഗരത്തിന്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുകയാണ്, കുഴിച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിൽ താമസിക്കുന്നു. 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റി. പോരായ്മ നഗരസഭയുടെ പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ കൗൺസിലർമാരുടെയോ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതോട് പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പോരായ്മയുണ്ടെന്നുള്ള വാസ്തവമാണ്. ഉദ്യോഗസ്ഥരെയും കടകംപള്ളി വെറുതെ വിട്ടില്ല. കൗൺസിലർമാർ പലരും ഒരു മേശപ്പുറത്ത് നിന്ന് ഫയലെടുത്ത് അടുത്ത മേശപ്പുറത്ത് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കൗൺസിലറുടെ ഫയലുമായിട്ട് അടുത്ത മേശപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. തങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി ഓരോ ഫയലും ഓരോ മനുഷ്യരുടെ, ഒരു കുടുംബത്തിൻ്റെയോ മനുഷ്യൻ്റെയോ ജീവിതമാണെന്നുള്ള ചിന്തയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലുള്ള വീഴ്ച ഇപ്പോൾ നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കഴിഞ്ഞ 3 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ സംഘടിപ്പിച്ച വികസന സെമിനാറിലാണ് കടകംപള്ളി സുരേന്ദ്രൻ തുറന്നടിച്ചത്. അതും മേയർ ആര്യ രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.